യുജിസി നെറ്റ് പരീക്ഷകൾ റദ്ദാക്കിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷവിമർശനവുമായി രാഹുൽ ഗാന്ധി. നീതിയുക്തവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും എൻടിഎ വീഴ്ച സംഭവിച്ചതായി അദ്ദേഹം ആരോപിച്ചു. ജൂൺ 22 മുതൽ 30 വരെ നടന്ന പരീക്ഷകൾ ഏകദേശം 2 മാസത്തിനു ശേഷമാണ് റദ്ദാക്കിയതെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. വർഷങ്ങളായി പരീക്ഷയ്ക്കായി തയ്യാറെടുത്ത് അപേക്ഷാ ഫീസ് അടച്ച് ദൂരെയുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്ത ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് സെപ്റ്റംബറിൽ വീണ്ടും പരീക്ഷ എഴുതേണ്ടിവരുമെന്നത് ഗുരുതര പിഴവാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. എൻടിഎ തെറ്റ് ചെയ്യുന്നു, പക്ഷേ ശിക്ഷ അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണെന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. അതേസമയം യുജിസി നെറ്റ് ചോദ്യപേപ്പറുകളിൽ ഗുരുതരമായ പിഴവുകളുണ്ടായ സംഭവത്തിൽ എൻടിഎ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് എബിവിപി ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ഭാവി ഇത്തരത്തിലുള്ള പിഴവുകൾ കാരണം അപകടത്തിലാകരുതെന്ന് സംഘടന പറഞ്ഞു. ആർഎസ്എസുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനയായ എബിവിപി ദേശീയതലത്തിലുള്ള ഒരു പരീക്ഷയിലെ ക്രമക്കേടുകൾ ഗുരുതര പിഴവാണെന്ന് ചൂണ്ടിക്കാട്ടി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇത് പരീക്ഷാ നടത്തിപ്പിന്റെ ഗുണനിലവാരത്തെയും വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യുന്നതാണെന്ന് ആവർത്തിച്ചു. പിഴവുകൾ എങ്ങനെ സംഭവിച്ചു? ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനിടയിലും പരിശോധനാഘട്ടത്തിലും അവ കണ്ടെത്താതിരുന്നത് എന്തുകൊണ്ടാണെന്നും എൻടിഎ വിശദീകരിക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. വീണ്ടും നടത്തുന്ന പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശരിയായ പരീക്ഷാകേന്ദ്രങ്ങൾ അനുവദിക്കുകയും ആവശ്യമായ യാത്രാസൗകര്യങ്ങൾ ഉറപ്പാക്കുകയും വേണമെന്നും എബിവിപി ദേശീയ ജനറൽ സെക്രട്ടറി വീരേന്ദ്രസിംഗ് സോളങ്കി ആവശ്യപ്പെട്ടു. ഇതുവഴി വിദ്യാർത്ഥികൾക്ക് അധിക സാമ്പത്തികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ എൻടിഎ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും പരീക്ഷാ നടത്തിപ്പിന്റെ ഓരോ ഘട്ടത്തിലും വ്യക്തമായ ഉത്തരവാദിത്തം നിശ്ചയിക്കുകയും വേണമെന്നും സോളങ്കി പറഞ്ഞു. നിശ്ചിത സമയത്തിനുള്ളിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കുകയും ആവശ്യമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയും ചെയ്തില്ലെങ്കിൽ രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികളുമായി ചേർന്ന് ഈ വിഷയങ്ങൾ ശക്തമായി ഉയർത്തിക്കാട്ടുമെന്ന് എബിവിപി മുന്നറിയിപ്പ് നൽകി. വിശ്വാസ്യതയുള്ളതും സുതാര്യവും കാര്യക്ഷമവുമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതുവരെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കായി പ്രവർത്തനം തുടരുമെന്നും എബിവിപി വ്യക്തമാക്കി. എൻഎസ്യുഐയും ശക്തമായ പ്രതിഷേധവുമായി ന്യൂഡൽഹിയിലെ എൻടിഎ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടി. എൻടിഎ പിരിച്ചുവിടണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. നൂറുകണക്കിന് എൻഎസ്യുഐ പ്രവർത്തകരും യുജിസി നെറ്റ് പരീക്ഷാർത്ഥികളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഓഫീസിന് പുറത്തു വന്നോതിൽ പോലീസ് സേനയെ വിന്യസിച്ചിരുന്നുവെന്നും വിദ്യാർത്ഥി സംഘടന അറിയിച്ചു. എൻടിഎ ചെയർമാന് രാജിവെക്കണമെന്ന് എൻഎസ്യുഐ ദേശീയ പ്രസിഡന്റ് വിനോദ് ജാഖർ ആവശ്യപ്പെട്ടു. പരീക്ഷാ സംവിധാനത്തിലെ തുടർച്ചയായ വീഴ്ചകൾ എൻടിഎയുടെ വിശ്വാസ്യത തകർത്തുവെന്നും ജാഖർ ആരോപിച്ചു. എൻടിഎയുടെ വീഴ്ചകൾക്ക് വിദ്യാർത്ഥികൾ വില നൽകേണ്ടിവരരുത്. എൻടിഎ പിരിച്ചുവിടണമെന്നും അതിന്റെ ചെയർമാന് രാജിവെക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. പോലീസ് നടപടിക്കിടെ നിരവധി എൻഎസ്യുഐ പ്രവർത്തകർക്ക് പരിക്കേറ്റതായും സംഘടന ആരോപിച്ചു. ഉത്തരവാദിത്തം ഉറപ്പാക്കുകയും സുതാര്യവും വിശ്വാസ്യതയുള്ളതുമായ പരീക്ഷാ സംവിധാനം നടപ്പാക്കുകയും ചെയ്യുന്നതുവരെ സമരം തുടരുമെന്ന് എൻഎസ്യുഐ വ്യക്തമാക്കി. വസ്തുതാപരമായ പിഴവുകൾ, ടൈപ്പിംഗ് പിശകുകൾ, വിവർത്തന വ്യാകരണ പിഴവുകൾ എന്നിവയെക്കുറിച്ചുള്ള പരാതികളും അന്വേഷണവും ഉണ്ടായതിനെ തുടർന്നാണ് ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളിൽ വീണ്ടും പരീക്ഷ നടത്തുമെന്ന് എൻടിഎ പ്രഖ്യാപിച്ചത്. നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ വലിയ തോതിൽ ആവർത്തിച്ചതായും പരാതിയുണ്ടായിരുന്നു.